ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരുടെയും ആത്മീക നേതാക്കന്മാരുടെയും ഒക്കെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ വളരെ ചുരുക്കം ആളുകളിൽ ഒരാളാണ് ദാവീദ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാസൻ എന്നുള്ള ഒരു വിശേഷണം അദ്ദേഹത്തിന് വെറുതെ കിട്ടിയതല്ല. 132 സങ്കീർത്തനം വായിച്ചപ്പോൾ ദേവദാരു കൊണ്ടുള്ള അരമനയിലൂടെ ഉറക്കം കിട്ടാതെ ഇങ്ങനെ ഹൃദയത്തിന്റെ അകത്ത് വേദനയോടുകൂടെ നടക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെ ഭൂമിയിൽ വഹിച്ച ഒരു ദൈവമനുഷ്യനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ 132 സങ്കീർത്തനത്തിലെ ചില വാചകങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തുവോളം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തുവോളം ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, എൻ്റെ കണ്ണിന് ഞാൻ ഉറക്കം കൊടുക്കുകയില്ല. ഈ ദൈവമനുഷ്യനെ ഭാരപ്പെടുത്തിയത് രാജ്യാന്തര പ്രശ്നങ്ങളല്ല. അദ്ദേഹത്തിന് ചിന്തിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അദ്ദേഹം ചിന്താകുലനാകുവാൻ തക്കവണ്ണമുള്ള നിരവധി പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ രാഷ്ട്രത്തിന്റെ അതിർത്തി വിസ്തൃതമാക്കുന്നതിനെ കുറിച്ച്, സൈനിക വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട്, അതെ, ദൈവത്തിന് ഒരാലയം എനിക്ക് പണിയണം. കാരണം ഒരുപാട് നാളുകളായി യഹോവയുടെ പെട്ടകം ഇങ്ങനെ തിരശ്ശീലയ്ക്കകത്തിരിക്കുകയാണ്. തഹശുതോൽ കൊണ്ടുള്ള കൂടാരത്തിൽ അതിങ്ങനെ വസിക്കുകയാണ്. ഒരുപാട് പ്രവാചകന്മാരും പുരോഹിതന്മാരും ആത്മീയ നേതാക്കന്മാരും ഒക്കെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ശൗൽ എന്ന് പറയുന്ന രാജാവ്, ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ഇങ്ങനെ ഇവരുടെയൊക്കെ നിര ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അവർക്കാർക്കും യഹോവയുടെ പെട്ടകത്തെ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ അതിനെ ആക്കണമെന്നുള്ള ഒരു ചിന്ത അവരുടെ ആരുടെയും ഹൃദയത്തിന്റെ അകത്തില്ലായിരുന്നു. അവരിന്ന് മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവർക്കൊന്നും അവരുടെ ഒന്നും ഹൃദയത്തിന്റെ അകത്ത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ വഹിക്കുവാനായിട്ട് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ ആ ദൈവമനുഷ്യന്റെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള ആത്മഭാരം നമ്മുടെ ഉറക്കത്തെ കെടുത്തും. ദാവീദ്, ഞാൻ പറഞ്ഞല്ലോ, ദാവീദിന്റെ ആ വാക്കുകൾ 132 സങ്കീർത്തനം മുഴുവനും നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: അതെ, യാക്കോബിന്റെ വല്ലഭന് ഒരു സ്ഥലം കണ്ടെത്തുവോളം ഞാൻ ഒരിക്കലും എൻ്റെ കട്ടിലിൽ കയറി കിടക്കത്തില്ല, ഞാൻ ഉറങ്ങുകയില്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ ജീവിതത്തിന്റെ അകത്ത് സന്തോഷം കണ്ടെത്താം? ഒരു സാധാരണ വീടല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ഇങ്ങനെ വിസ്തൃതമായി കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധിപനാണ് അദ്ദേഹം എന്ന് ചിന്തിക്കണം. ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ സമ്പൽ സമൃദ്ധമായ അതേ നിരവധി സുഖങ്ങൾക്കിടയിൽ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും ജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഈ ഒരു ദൈവഭക്തനായി മനുഷ്യൻ പറയുകയാണ്, ഇല്ല, ഞാൻ ആ കട്ടിലിൽ കയറി കിടക്കത്തില്ല, എനിക്ക് എൻ്റെ കട്ടിലിൽ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അലട്ടിയിരുന്ന ഒരു വല്ലാത്ത വേദനയുണ്ടായിരുന്നു. ആ വേദന എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ കൊട്ടാരത്തിന്റെ അകത്ത് സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോൾ യഹോവയുടെ പെട്ടകം തിരശ്ശീലയ്ക്കകത്തിരിക്കുകയാണ്. സർവശക്തനായ ദൈവം ഭൂമിയിൽ വസിക്കുവാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ആവശ്യമില്ലെങ്കിലും ആ ഒരു കാലഘട്ടത്തിന്റെ അകത്ത് അത് തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിന്റെ അകത്ത് വേദനയുണ്ടായി. അതുകൊണ്ട് തന്നെയാകാം കുറച്ചുകൂടെ ഒരു നല്ല സ്ഥലത്തേക്ക്, കുറച്ചുകൂടെ ഉന്നതമായ ഒരു സ്ഥലത്തേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കണമെന്നുള്ള ഒരാഗ്രഹം, ഒരഭിനിവേശം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്തും പലരും സ്വയ താല്പര്യങ്ങളുടെയും സ്വന്തം ഇഷ്ടങ്ങളുടെയും ഒക്കെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ പണവും സമ്പത്തും അധികാരവും ഒക്കെ അവരവരുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, സിംഹാസനങ്ങൾ ഉറപ്പിക്കുവാൻ അതൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോൾ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വന്തം ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും എല്ലാം ബലികഴിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തിന് കുറച്ചുകൂടി മെച്ചമായ ചിലത് നൽകി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ഹൃദയത്തിലേക്ക് ഞാനും നിങ്ങളും
എത്തണമെന്നാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വലുതായിട്ടുള്ള ദൈവ പദ്ധതികൾ, വലിയതായിട്ടുള്ള ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, പദ്ധതികൾ നിവർത്തിക്കപ്പെടുന്നത് ഹൃദയത്തിന്റെ അകത്തെ ചെറിയ ആഗ്രഹങ്ങളിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശത്തിന് ഉറക്കമില്ലാത്ത, അതെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവ പദ്ധതിയുടെ തുടക്കമായിരിക്കും എന്ന പേര് ഇടുവാനായിട്ട് ഇടയായി തീർന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റില് ഈ സന്ദേശത്തിന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എപ്പോഴാണ് സത്യത്തിൽ നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട് തുടങ്ങുന്നത്? നമ്മുടെ ശരീരവും നമ്മുടെ പണവും നമുക്കുള്ള സകലതും ദൈവത്തിന് കൊടുക്കുന്നതിന് മുൻപായി നാം ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിനായി കൊടുക്കുക എന്നുള്ളതാണ്. ദാവീദിനെ കുറിച്ച് അദ്ദേഹം അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബാല്യകാലങ്ങളിൽ തന്നെ, ബാലനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്തിരുന്നു, ഇല്ലേ? ആ എളിമയിൽ നിന്ന് ഉയർന്ന് കൊട്ടാരത്തിലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുന്ന ആ ഒരു തലപ്പത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ പോലും അന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മീക ദർശനത്തിന്, വീക്ഷണത്തിന് യാതൊരു മങ്ങലും ഏൽക്കാതെ അതിനെ പഴയതിനേക്കാൾ ശക്തിയോടെ നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് ദാവീദിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചിന്തനീയമായ വസ്തുത. പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കാലക്രമേണ അല്ലെങ്കിൽ ദിവസം തോറും കഴിയും തോറും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. പണവും പ്രതാപവും സമ്പത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് നമ്മുടെ പല ആത്മീക ദർശനങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മങ്ങിപ്പോകുന്നു എന്നുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ പല സമയങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? പക്ഷെ ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. ഇവിടെ കൊണ്ടത് തീരുന്നില്ല. ഞാൻ ഈ സന്ദേശം മുഴുവനും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ദാവീദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരിക്കലും വെറുതെയല്ല ദൈവം തന്റെ ഹൃദയപ്രകാരമുള്ള ദാസൻ എന്ന് വിളിച്ചത്. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിന്റെ ആ ചരിത്രത്താളുകളിൽ, വളരെ ബൃഹത്തായ ചരിത്രത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ അങ്ങനെ ഒരു വിശേഷണം കിട്ടിയിട്ടുള്ളൂ. ഹൃദയപ്രകാരമുള്ള ദാസൻ, അതായത് ദൈവത്തിന്റെ ഹൃദയത്തെ അനുഭവിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ സ്പന്ദനമറിഞ്ഞ ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാളാകുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്. ഒരു വലിയ ദൈവ പദ്ധതികളുടെ ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തുള്ള ആ ഭാരത്തെ എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നോ, എപ്പോൾ നമ്മളത് മനസ്സിലാക്കി അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അന്നേരം നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ചില തലങ്ങളിലേക്ക്, അടുത്ത ചില ഘട്ടങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ പണമോ നമ്മുടെ ശരീരമോ മാത്രമല്ല, അതെല്ലാം കൊടുക്കണം. പക്ഷെ ആദ്യം നമ്മൾ നൽകേണ്ടുന്നത് നമ്മുടെ ഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ഈ സന്ദേശത്തിന്റെ ചില പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഞാൻ വാരി വലിച്ചു പറയുകയല്ല. കാരണം ഇത് ഒരു വലിയ ഒരു ആത്മീക സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിൽ എത്രയോ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, എത്രയോ പ്രവാചകന്മാർ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പുരോഹിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും ഹൃദയത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഭാരമില്ലായിരുന്നു. അവർക്കാർക്കും യഹോവയുടെ ആലയത്തെ അല്ലെങ്കിൽ യഹോവയുടെ പെട്ടകത്തെ കുറച്ചുകൂടെ മേൽത്തരമായ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നല്ല ആലയത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരു ചിന്ത അവർക്കാർക്കുമില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു ചിന്ത ദൈവം നൽകി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വചനം വായനയിലും എൻ്റെ ധ്യാനത്തിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒന്നാണ് ദാവീദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങൾ ഇന്നും 10,000-കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി തീരുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൽ ദൈവം പകർന്ന ആത്മാവ് അത് ഏറ്റവും ഒടുവിലത്തെ സമയം വരുമ്പോൾ പോലും അത് നഷ്ടപ്പെട്ടിട്ടില്ല. ചില വാക്യങ്ങൾ അതിന് തെളിവാണ്. ആരംഭകാലത്തെ ആ ഒരു അഭിഷേകം അല്ലെങ്കിൽ താൻ പകർന്ന ആ കൃപ അവസാന കാലം വരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഒരു ആവേശമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യഹോവയുടെ സന്നിധിയിൽ ഈ ഒരു ആഗ്രഹത്തെ വെച്ചത്. നാഥാൻ പ്രവാചകനോട് എനിക്കൊരു ആലയം യഹോവയ്ക്ക് വേണ്ടി പണിയണമെന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ അഭിലാഷമാണ്, ആഗ്രഹമാണ്. പക്ഷെ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. കാരണം
ധാരാളം രക്തച്ചൊരിച്ചിലുകൾ നടത്തിയ ദാവീദ് തന്നെ ഒരാലയം പണിയുക എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തെ ദൈവം തിരസ്കരിച്ചതുമില്ല. അദ്ദേഹത്തിന്റെ പിൻതലമുറയിലുള്ള ശലോമോനെയാണ് അത്തരത്തിലുള്ള ഒരു ആലയം പണിയുവാൻ ദൈവം കണ്ടെത്തിയത്, ദൈവം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിറ്റേന്നാൾ അല്ലെങ്കിൽ അടുത്ത ദിവസം നാഥാൻ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ദാവീദ് രാജാവേ, അങ്ങയുടെ ആഗ്രഹം നല്ലതാണ്, പക്ഷെ അത് പണിയേണ്ടത് അവിടുന്നല്ല, അങ്ങയുടെ മകനാണ് എന്ന് പറയുന്നു. അതിനും ദൈവസന്നിധിയിൽ തെല്ലും ഖേദമൊന്നുമില്ലാതെ വേദനയൊന്നുമില്ലാതെ എല്ലാത്തിനെയും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അദ്ദേഹം ദൈവഹിതത്തിനായി സമർപ്പിച്ചത്? പണ്ട് യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പോൾ, അബീനാദാമിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ ഒരുപക്ഷെ ദാവീദിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ദൈവഹിതം ചോദിച്ചതെന്നും എനിക്ക് തോന്നുന്നു. പക്ഷെ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് വായിക്കണം. തന്റെ മരണത്തിന് മുമ്പ് തന്റെ മകനായ ദാവീദിനോട്, മകനായ ശലോമോനോട് ദാവീദ് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? എൻ്റെ മകനായ ശലോമോനെ, നീയാണ് യഹോവയ്ക്ക് ഒരാലയം പണിയേണ്ടുന്നത്. അതുകൊണ്ട് നീ ധൈര്യത്തോടുകൂടെ ഇരിക്കുക. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, യഹോവ ഭയം, യഹോവ ഭക്തി നിന്നെ വിട്ട് ഒരിക്കലും പോകരുത്. അടുത്തത്, മറ്റാരും ചെയ്യാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? യഹോവയുടെ ആലയത്തിന് വേണ്ടുന്ന, എനിക്ക് തോന്നുന്നു അതിന്റെ കൃത്യമായ കണക്കുകൾ വചനത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, 1,00,000 താലന്തോളം പൊന്നും വെള്ളിയും അതുപോലെ തന്നെ രത്നങ്ങളും എല്ലാം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് അതെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് മോനായ ശലോമോനോട് അപ്പനായ ദാവീദ് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? ഇതാ, യഹോവയുടെ ആലയത്തിനു വേണ്ടുന്ന വണ്ണമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ളതിനപ്പുറത്തുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ ഇതിനു വേണ്ടി കൂടുതൽ ഇനി അലയേണ്ട ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തെയാണ്, ഹൃദയഭാരത്തെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു നല്ല ഹൃദയമുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ അകത്തുള്ള ആ ഭാരത്തെ, വേദനകളെ തിരിച്ചറിഞ്ഞാൽ നാളുകളിൽ ആ പദ്ധതികൾ ദൈവം നിവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഭാരം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ ഒരു സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഈ നാളുകളിൽ ചെയ്തെടുക്കുവാനുള്ള ചില കാര്യങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഈ ആത്മഭാരം നമ്മുടെ ഉറക്കത്തെ പോലും കെടുത്തും. ഇങ്ങനെയുള്ള ഒരു യൂട്യൂബ് സന്ദേശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരിക്കലും ഒരു ചാനൽ തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ റീച്ച് കൂട്ടാനായിട്ടോ തുടങ്ങിയ ഒരു കാര്യമല്ലിത്. ഇത് സത്യത്തിൽ എൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി ആരംഭിച്ചൊരു കാര്യമാണ്. 2024 ഡിസംബർ മാസത്തിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന കുടുംബമായിട്ടിരിക്കുമ്പോൾ അതിന്റെ 16-17 ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഞങ്ങളോട് പറഞ്ഞു, യൂട്യൂബിലൂടെ ദൈവവചനം പ്രസംഗിക്കണം. ഞങ്ങളതിനെ കാര്യമായിട്ട് എടുത്തില്ല. അനേക ദൈവദാസന്മാർ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. അന്നേരവും നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ മാർച്ച് ഏപ്രിൽ മാസത്തിൽ എത്തിയതോടുകൂടി, 2025 മാർച്ച് ഏപ്രിൽ എത്തിയതോടുകൂടി രാത്രിയിൽ പല ദിവസങ്ങളിലും ഉറങ്ങാൻ കഴിയാതെയായി. കാരണം എൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി കളഞ്ഞു. പലതവണ ദൈവം എന്നോട് വചനത്തിലൂടെയൊക്കെ സംസാരിച്ചു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യുന്നില്ല? കാരണം എനിക്കിതിനോട് താല്പര്യമില്ലായിരുന്നു. 10,000-കണക്കിന് മെസ്സേജുകളാണ് യൂട്യൂബിൽ ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കോട്ട് ഇനി നമ്മളോട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? പക്ഷെ അങ്ങനെ ആരംഭിച്ചു. 2-ാമത്തെ 3-ാമത്തെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ എറണാകുളത്തു നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ, മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തിന്റെ അകത്തെ, താങ്കളുടെ സന്ദേശം എൻ്റെ ഹൃദയത്തിന്റെ അകത്തെ മരണഭയത്തെ എടുത്തു കളഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഇന്ന് ഈ സമയം വരെയും അനേകരുടെ ജീവിതത്തിന്റെ അകത്ത് പരിവർത്തനം പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുവാൻ തക്കവണ്ണം ദൈവം ചില ഭാരം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് തന്നെങ്കിൽ അതിനെ മണ്ണിട്ട് മൂടിക്കളയാതെ അതെന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിച്ചു കൊള്ളുക. എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ദൈവം നമ്മളെ എത്തിക്കും. യാക്കോവിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തുവോളം ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.